പിന്നെ നടന്നതെല്ലാം മാജിക്കാണ്. പെട്ടെന്ന് ഈ ഹിപ്പോപ്പൊട്ടാമസിന് മനസ്സിലായി ഞാൻ മയക്കൊടി വെക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഡേഞ്ചറാണ്. ഈ കാട്ടിൽ മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് പലതും പാളിപ്പോകുന്നതിൻ്റെ റീസൺ. അപ്പോൾ നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരു കടുവ, നമുക്ക് വേണമെങ്കിൽ ഉമ്മ തരുന്ന ഒരു കടുവ, ഹിപ്പോപ്പൊട്ടാമസ് ഏതാ ഡോക്ടർ ഏതാണെന്ന് തിരിച്ചറിയാത്ത. സർജറി ഒക്കെ ചെയ്യുന്ന ടൈമില് അനസ്തേഷ്യ ബന്ധപ്പെട്ട മനുഷ്യന് ഇപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്ന പോലെയുള്ള ഒരു പ്രോസസ്സ് എന്തായാലും അനിമൽസിലും കാണുമല്ലോ. അത് മനുഷ്യന് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ നിന്നൊക്കെ ഒരുപാട് ഫോർമാലിറ്റി എഴുതിയൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് ചെയ്യണം. ചിലപ്പോൾ ഡെത്ത് സംഭവിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താണ് കാഷ്വാലിറ്റി അനിമൽസിന് വരാനുള്ള സാധ്യത തുലം കുറവാണ്, കൂടുതലാണ്? വളരെയധികം കൂടുതലാണ്. കാരണം എസ്പെഷ്യലി വൈൽഡ് ആനിമൽസിൻ്റെ കേസിൽ നമുക്ക് ഒരു വൈൽഡിലുള്ള ആനിമലിൻ്റെ ആന്തരികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഒരു കാട്ടാന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അതിനെ മയക്കണം, അല്ലെങ്കിൽ നാട്ടിലേക്കൊരു കാട്ടുപോത്ത് വന്ന് അതിനെ മയക്കണം, അങ്ങനെ ഇപ്പം കടുവ ഇറങ്ങി അങ്ങനെ മയക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പം ഈ കടുവയുടെ ലങ്സ് മൊത്തവും വേറൊരു പാരസൈറ്റ് വന്ന് നിറഞ്ഞിരിക്കുകയായിരിക്കും. അവന് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും ഇവന് കാട്ടിലെ മൃഗങ്ങളെ പ്രൊഡേറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവൻ നാട്ടിലേക്ക് ഇറങ്ങി. അവനെ മയക്കൂടി വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറല്ലേ. അപ്പം ഒന്ന് നമ്മൾ മനുഷ്യരെ ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിലോ അനസ്തീഷ്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനസ്തീഷ്യ ഡോക്ടറിനെ പോയി കാണുന്നു, കംപ്ലീറ്റ് ബ്ലഡ് വർക്ക് സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം അത് ചെയ്യുമ്പോൾ BP ഉണ്ടെന്ന് നോക്കിയാൽ കാർഡിയോളജിസ്റ്റ് നോക്കുന്നു. ഈ സർവ്വ സെറ്റപ്പ് നോക്കി സേഫ് ആണെങ്കിൽ മാത്രമേ അനസ്തീഷ്യ ഉള്ളൂ. ഇതങ്ങനെയല്ല. കാട്ടിൽ പോയി ഒരു സാധനം നിൽക്കുന്നു, ഇത് എന്താണ് ഏതാണ് അകത്ത് എന്താണെന്ന് അറിയാതെ അങ്ങ് മയക്കൊടി വെക്കുകയാണ്. അത് ഡേഞ്ചറാവും. മയക്കൊടി വെക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഡേഞ്ചറാണ്. പക്ഷെ സൂല സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. കാരണം സൂല് വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന മൃഗങ്ങൾ, അതിനകത്ത് എന്താണ് എൻ്റെ ബ്ലഡ് പാരാമീറ്റേഴ്സ് പലപ്പോഴായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്. ഈ മൃഗങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻ എന്താണെന്നൊരു സൂല ഡോക്ടറിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് സൂല് നമ്മൾ മയക്കൊടി വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡേഞ്ചർ കുറവാണ്. റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് കാട്ടിൽ നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരുന്നു, കടുവയെ കൊണ്ടുവരുന്നു. വളരെ ആവശ്യതയിൽ പുതുതായിട്ട് മൃഗങ്ങളെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ റിസ്ക് ഉള്ളത്. മറ്റേതിന് നമുക്കറിയാം ഇന്ന റിസ്ക് ഉണ്ടെന്നറിയാം. പിന്നെ എന്നാലും ഹെൽത്തിന്റെ ട്രാക്ക് നമുക്കറിയാം. പിന്നെ വളരെ വയസ്സായ മൃഗങ്ങൾ കാണും, അവിടെ എല്ലാം നമുക്ക് റിസ്ക് വരും. കാരണം ഇത് മെയിനായിട്ട് കാർഡിയാക് ഫംഗ്ഷനെയും റെസ്പിറേറ്ററി ഫംഗ്ഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അനസ്തീഷ്യ. അങ്ങനെ വരുമ്പോഴത്തേക്ക് റിസ്ക് വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കാട്ടിൽ മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് പലതും പാളിപ്പോകുന്നതിൻ്റെ റീസൺ. അപ്പം ഈ ആനയെ മയക്കൂടി വെച്ചു, അത് മരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ലിറ്റർ കണക്കിന് പസ്സായിരിക്കും ബോഡിയുടെ അകത്തുള്ളത്. ശരിക്കും ആന അങ്ങനെ ഇൻഫെക്ഷൻ വന്ന് സെപ്സിസ് അടിച്ച് ടോക്സീമിയ വന്ന് നിൽക്കുന്ന ആനയായിരിക്കും ഒരു പ്രശ്നക്കാരനായി കാട്ടിൻ്റെ വെളിയിലേക്ക് വന്നിട്ട് മയക്കൂടി വെക്കേണ്ടി വരുന്നു. ഇത് മയക്കൂടി വെക്കാൻ പോകുന്ന ടീമിനെ അറിയത്തില്ല. അവർക്ക് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഓർഡറേ ഉള്ളൂ. മാത്രമല്ല ഈ പബ്ലിക്കിനെ ഒന്ന് രക്ഷിക്കേണ്ട ഒരു ബാധ്യതയും വെച്ചിട്ടാണ് വിടുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ മയക്കൂടി വെക്കാൻ പറയുന്നത്. മൃഗങ്ങളെ മയക്കൂടി വെക്കുമ്പോഴത്തേക്കും വേറൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒത്തിരി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സേർട്ട് ചെയ്തിട്ടാണ് മയക്കൂടി വെക്കുന്നതെങ്കിൽ അത് മയക്കൂടി വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചർ മയോപ്പതി എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് അങ്ങനെ ഒരുപാട് എക്സേർട്ട് ചെയ്ത മൃഗങ്ങളെ മയക്കൂടി വെച്ച് കഴിഞ്ഞാൽ അവർ റിവൈവ് ചെയ്യത്തില്ല. അപ്പോൾ തന്നെ ചിലപ്പോൾ ഡെഡായി പോയെന്നിരിക്കാം. അല്ല, ഒത്തിരി എക്സേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തൽക്കാലം സക്സസ്ഫുള്ളായിട്ട് മയക്കി എടുത്താൽ പോലും പിന്നീട് അതിന് പല സൈഡ് ഇഫക്ട്സും വരാനായിട്ട് ചാൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒത്തിരി ഈ മസിൽ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ, അതാണ് മയോപ്പതി എന്ന് പറയുന്നത്. മസിൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മയോഗ്ലോബിൻ കൂടുതലായിട്ട് ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പോയി കിഡ്നിയിലെ ട്യൂബ്യൂൾസിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് പിന്നീട് അത് പതുക്കെ ക്ഷയിച്ച് ഡെത്തായി വരാനായിട്ടൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ മയക്കുവെടി എന്ന് പറയുന്നത് ഒരുപാട് ക്രൈറ്റീരിയ നമുക്ക് സക്സസ്ഫുള്ളി കൊണ്ടുപോകണമെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഒരു മൃഗശാലയിലെ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാമായിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന സമയത്ത് അതുപോലും അറിയാതെ നമ്മൾ ഒളിച്ചിരുന്നാണ് മയക്കുവെടി വെക്കുന്നത്. അതിനെ ഒരു സ്വതന്ത്രമായിട്ട് വിട്ട്. അതെ, ചില മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മാൻ പോലെയുള്ളതെന്ന് പറഞ്ഞാൽ ആ തോക്കിൻ്റെ കുഴൽ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചോടാൻ തുടങ്ങും. അവർക്കറിയാം ഒരു തവണത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം. അവർ അലാം കാളു കൊടുക്കും,
ഓടാൻ തുടങ്ങും. ഓരോ ആനിമൽസിനും ഓരോ ബിഹേവിയർ അനുസരിച്ചിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരിക്കണം അല്ലേ സാർ? അതെ അതെ, കാരണം ഈ ഒരു പ്രേ സ്പീഷീസിലുള്ള ഒരു ആനിമലിൻ്റെ ബിഹേവിയർ ആയിരിക്കില്ല പ്രഡേറ്ററിൻ്റെ. അതായത് ഇപ്പം മാനിൻ്റെ അടുത്ത് പോകാനായിട്ട് അത് പേടിയായിരിക്കും, അത് ഓടി എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിഫ്ലക്സ് എന്ന് പറയും, പോയി ചെന്ന് ഭിത്തിയിൽ ഇടിച്ച് ചത്ത് വീഴുമെന്ന്. അതേസമയം ഒരു പ്രഡേറ്ററാണ്, ഒരു കടുവയും പുലിയും അങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല. അത് കുറച്ചും കൂടെ പോയിസ്ഡ് ആയിരിക്കും, നമ്മളോട് വന്ന് ചാടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതല്ലാതെ ഓടിപ്പോയിട്ടുള്ള ഒരു പ്രശ്നം അതിനില്ല, അതിനുണ്ടാവത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ സ്പീഷീസിലെ, അത് കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യണം. USA മാനൊക്കെ ഇങ്ങനെ ഹൈവേ ക്രോസ് ചെയ്യുമ്പം ഒന്നും നോക്കാതെ പോയിട്ട് കുഴികളിൽ വീഴുന്നതും വണ്ടിയിൽ അകത്തോട്ട് കയറുന്നതും ഒക്കെ ശരിയാണ്. അത് ഈ ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. അപ്പം ആ സമയത്ത് ഭയങ്കരമായിട്ട് അഡ്രിനാലിൻ റഷ് വരും. അപ്പോൾ അതിന് കണ്ണും മൂക്കും ഒന്നും കാണത്തില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള ഒരൊറ്റ ഇതേ കാണും. ഒരു പ്രഡേറ്റർ അറ്റാക്ക് ചെയ്യാതെ കഴിഞ്ഞാൽ കൊല്ലാനല്ലേ പിടിക്കുന്നത്, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ്. അതുപോലെ എക്കോസ്പോട്ടിനെ നമ്മുടെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എക്കോസ്പോട്ട് എന്ന ഒരു പരിപാടിയുടെ പ്രചോദനം തന്നെ ഇന്ന് നമ്മോടൊപ്പമുള്ള നമ്മുടെ അതിഥി നമ്മുടെ ജേക്കബ് അലക്സാണ്ടർ സാറാണ്. അപ്പോൾ സാർ ഒരിക്കൽ ഒരു 10 years ബാക്ക് എന്നോട് പറഞ്ഞ ഒരു ഇൻസിഡൻഷ്യൽ സ്റ്റോറി, അത് മനസ്സിൽ കിടന്ന് അതിൻ്റെ ഒരു സ്പാർക്കിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ തുടങ്ങിയിരിക്കുന്നത്. കരയിലെ ഏറ്റവും ബൈറ്റ് ഫോഴ്സ് ഉള്ള അപകടകാരിയായ ഒരു ആനിമലാണ് ഹിപ്പോപ്പൊട്ടാമസ്. അതിൻ്റെ ഒരു പല്ല് പറിച്ചെടുക്കുന്ന ഒരു ജോലി ഒരു ഡോക്ടർ ചെയ്താൽ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? നമുക്കെവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു ആനിമലും കൂടെയാണ് ഹിപ്പോപ്പൊട്ടാമസ്. നമുക്ക് ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സാറിനോടൊന്ന് ചോദിക്കാം. അത് രാജു എന്ന് പേരുള്ള ഒരു ഹിപ്പോപ്പൊട്ടാമസ്. അപ്പോൾ ആ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കഥയാണ്. അതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 2 ആൺ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഹിപ്പോപ്പൊട്ടാമസിനെ അടുത്തടുത്ത കൂടുകളിലായിട്ട് ഇട്ടപ്പോൾ ഈ കമ്പി അഴിയുടെ ഇടയിൽ കൂടെ ഇത് തമ്മിൽ അടി കൂടിയിട്ട് ഇതിൻ്റെ ഈ രാജു എന്ന് പറയുന്ന ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഒരു പല്ല് ഒടിഞ്ഞിട്ട് അത്, അതായത് ഈ പല്ലെന്ന് പറയുന്നത് ഇങ്ങനെ തേറ്റ പോലാണ്, ഈ പാര പോലെ ഇങ്ങനെ ഒരഞ്ഞ് അതിൻ്റെ ലെങ്ത് കുറയുന്നത് അങ്ങനെ. അപ്പോൾ ഈ അലൈൻമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഇത് നേരെ കൊണ്ട് മോണയിൽ കുത്തിക്കയറും. അത്ര ഷാർപ്പായിട്ട് പാര പോലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലിൻ്റെ അലൈൻമെൻറ്റ് കാരണമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഒരു 4 മണി സമയമായപ്പോഴാണ് കീപ്പർ അറിയിക്കുന്നത്, ഇങ്ങനെ ഒരു ഹിപ്പോപ്പൊട്ടാമസ് വായ അടയ്ക്കാൻ പറ്റുന്നില്ല, വായ ഇങ്ങനെ ഹിപ്പോപ്പൊട്ടാമസ് തുറന്നു വെച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ കൂടെ ചോര വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസിനെ മയക്കണം. ഹിപ്പോപ്പൊട്ടാമസ് പോലുള്ള ഒരു ജീവിയെ ഒറ്റയ്ക്ക് ഒരു ഡോക്ടർ മയക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയും ടണ്ണേജ് ഉള്ള ഒരു ആനിമൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു കൂടുതൽ സമയവും അതിൻ്റെ കാല് വളരെ ചെറുതാണല്ലോ, അപ്പോൾ കരയിൽ അധികം അതിന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളത്തിലാണ് അതിൻ്റെ ബോയൻസി കൊണ്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആനിമലിനെ കരയിൽ വെച്ചിട്ട് മയക്കുകയും ആ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് വേണം. അതിനകത്ത് ഈ പ്രഷർ കൊണ്ട് ലങ്സിനെ പ്രസ് ചെയ്യും, കാർഡിയാക് ഫെയിലിയർ വരും, അങ്ങനെ ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്യുന്നത് മാത്രമല്ല, ഈ ഹിപ്പോപ്പൊട്ടാമസിനെ മയക്കാനായിട്ട് എറ്റോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് വേണം. ഈ എറ്റോർഫിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ അവൈലബിൾ അല്ല. എറ്റോർഫിൻ പോലത്തെ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് വീണാൽ പോലും നമുക്ക് ഡെത്ത് വരെ വരാവുന്ന ഒരു മരുന്നാണ് എറ്റോർഫിൻ. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അനസ്തീഷ്യ കൊടുത്ത് നമുക്ക് ഉടനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു ടീമിനെ സജ്ജമാക്കി എടുക്കണം. 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വിസിറ്റേഴ്സൊക്കെ പോയതിന് ശേഷം ഈ ഹിപ്പോയെ ഇതിൻ്റെ നൈറ്റ് ഷെൽട്ടർ എന്ന് പറയും. നൈറ്റ് ഷെൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിന് ഇങ്ങനെ നിന്ന് തിരിയാവുന്ന ഒരു റൂമാണ്. അതിനകത്ത് ലൈറ്റോ ഒന്നുമില്ല. കാരണം നമ്മുടെ മൃഗശാലയിൽ മൃഗങ്ങൾക്ക് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അതിനകത്ത് ലൈറ്റുകളേ ഇല്ല. ഈ റൂമിനകത്ത് ഹിപ്പോപ്പൊട്ടാമസിനെ നമ്മൾ നിർത്തുമ്പോഴത്തേക്കും അതിൻ്റെ ശരീരം മോയിസ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഷവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഷവർ ഓൺ ചെയ്തിട്ടേക്കും ഹിപ്പോപ്പൊട്ടാമസ് ഈ മുറിയിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കമ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള കമ്പിയാണ്. ആ ഹിപ്പോപ്പൊട്ടാമസിന് ഇടിച്ച് വെളിയിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള കമ്പിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഒരു
ബൈറ്റ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരയിൽ ജീവിക്കുന്ന മാമലിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ബൈറ്റ് ഫോഴ്സാണ് ഹിപ്പോപ്പൊട്ടാമസിനുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കമ്പികളൊക്കെ വെച്ചിട്ടുള്ള കൂടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 6 മണിയോടുകൂടി ഇതിനകത്ത് കൂട്ടിനകത്തോട്ട് കയറ്റി. അപ്പോൾ ഈ ഹിപ്പോപ്പൊട്ടാമസ് പോലെ ജീവികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പോയി തടവുകയോ അവരെ അങ്ങനെ നമ്മൾ ഒരു റിസ്ക് എടുത്ത് അതിനെ പരിചരിക്കുന്ന ഒരു അവസ്ഥയല്ല. കാരണം ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ആനിമൽസിനെ മനുഷ്യരെ കൊല്ലുന്ന ഒരു മൃഗമാണ് ഹിപ്പോപ്പൊട്ടാമസ്. വാക്കില്ലാതെ അത് കയറി കടിക്കുകയോ ഒന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഡാമേജ് വരും. ആ കൂടിനകത്താക്കിയതിന് ശേഷം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നി, ഇവൻ്റെ പേര് ബുക്കിൽ രാജു എന്നാണ്. അപ്പോൾ അതുവരെ അവൻ്റെ പേര് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ്റെ പേര് ചുമ്മാ രാജു 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 എന്നൊരു അരമണിക്കൂർ വിളിച്ചുകൊണ്ടിരുന്നു. വിളിച്ചിട്ട് പതുക്കെ ഈ കമ്പിയുടെ അകത്തൂടെ കൈയിട്ടിട്ട് ഇവൻ്റെ ദേഹത്തിങ്ങനെ തടവാൻ തുടങ്ങി. അവൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഒരു സ്വെറ്റ് ലൈക്ക് സെക്രീഷനുണ്ട്. അപ്പോൾ ഭയങ്കര സ്ലൈമിയാണ്, ഭയങ്കര മ്യൂക്കസ് ഇതായിട്ടുള്ള ഒരു സെക്രീഷനാണ്. അപ്പോൾ ദേഹത്ത് ഇങ്ങനെ തടവി 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 ഒരു 10-15 മിനിറ്റ് ഇവൻ്റെ ദേഹത്ത് തടവി പേര് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടന്നതെല്ലാം മാജിക്കായി. പെട്ടെന്ന് ഈ ഹിപ്പോപ്പൊട്ടാമസിന് മനസ്സിലായി ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്, ഉപദ്രവിക്കാനല്ല എന്നുള്ള ഒരു മെസ്സേജ് അവന് പാസ്സായി. അതിനുശേഷം അവൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ തറയിൽ കിടന്നു. അപ്പോൾ ആ തറയിൽ കിടന്നപ്പോഴത്തേക്കും ഞാൻ ഇപ്പുറത്ത് നിന്ന് ഈ കമ്പി അഴിയിൽ കൂടെ എൻ്റെ കൊച്ചു കൈ അവൻ്റെ വായ്ക്കകത്തിട്ട് ഒന്ന് തട്ടിയപ്പോഴത്തേക്കും ആ വായ ഇങ്ങനെ തുറന്നു തന്നപ്പോൾ വായ്ക്കകത്തുകൂടെ ഞാൻ കൈ കയറ്റി. അപ്പുറത്തെ സൈഡിലെ തേറ്റയാണ് ശരിക്കും പൊട്ടിയത്. അപ്പം ഞാൻ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അതുവരെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ വായ്ക്കകത്തൂടെ കയറ്റി ആ പല്ലിൻ്റെ ബേസിലൂടെ പിടിച്ച് മുകളിലോട്ട് വന്നപ്പോൾ മനസ്സിലായി അത് ക്രാക്കായിട്ട് തിരിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ക്രാക്കായിട്ട് തിരിഞ്ഞിരിക്കുന്ന ആ പല്ലിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യാൻ, ക്രാക്ഡ് പീസ് അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു ഓപ്പറേഷൻ കൂടാതെ ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ വായ്ക്കകത്ത് കൈയിട്ട് ഈ ഇത്രയും അതിൻ്റെ ഒരു ടസ്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വലിയ സൈസാണ്. ആ സൈസിലുള്ള പല്ലിനെ പൂർണ്ണമായിട്ടും പൊട്ടിച്ചെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. നമുക്ക് എന്ത് അപകടവും പറ്റും, നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞ് തവിട് പൊടിയായി പോകുന്ന ഒരു അതെല്ലാം ഈ നമ്മളെപ്പോഴും ഈ വന്യജീവിയെ ചികിത്സിക്കുമ്പം അതിൽ റിസ്ക് ഉണ്ട്. പക്ഷേ നമ്മളും ആ ആനിമലിൻ്റെ ബിഹേവിയറും ആനിമലിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്താൽ മാത്രമേ ഈ ജീവിയെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ വായ്ക്കകത്ത് കൈയിട്ട് ഇതിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഈ ക്രാക്ഡ് ഇത് കണ്ട്. അപ്പം ഒരു വായ്ക്കകത്ത് കൈയിട്ടിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. അവന് വേദന വന്നു കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ നമ്മുടെ കീപ്പേഴ്സ് ഒക്കെ സഹായിച്ചിട്ട് ഒരു കമ്പി ഇങ്ങനെ ഒരു കൊടില് പോലെ വളച്ചെടുത്തിട്ട് അത് വായ്ക്കകത്തോടെ ഇട്ട് ആ പൊട്ടിയ ക്രാക്ക് ചെയ്ത പല്ലിൻ്റെ പീസിലിട്ടിട്ട് പതുക്കെ അത് വളയ്ക്കുമ്പോഴത്തേക്ക് ഇവന് ചെറുതായിട്ട് വേദന വരുമ്പം തന്നെ ഇവൻ എഴുന്നേറ്റിട്ട് പോയി ഒന്ന് രണ്ട് വട്ടം ചുറ്റി വരും, ഒന്ന് പേസ് ചെയ്ത് വന്നിട്ട് അതേ സ്ഥലത്ത് കിടന്നു തരും, വായും തുറന്നു തരും. അതൊരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ അവന് ആ ഹിപ്പോപ്പൊട്ടാമസ് എന്നെ ട്രസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കമ്പി കൊണ്ട് ഇങ്ങനെ വളച്ച് ഏകദേശം ഒരു 10 തവണ അവൻ എഴുന്നേറ്റ് പോയി കിടന്നു നിന്നു. അങ്ങനെ അവസാനം ആ കമ്പി വെച്ചിട്ട് ആ പല്ല് കംപ്ലീറ്റ് ക്രാക്ക് ചെയ്ത് അത് ലൂസായെങ്കിലും ഇത് വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലിൻ്റെ ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടിയാണ്. ഏതാണ്ട് നമ്മുടെ ഒരു ലെതർ ബാഗിൻ്റെയൊക്കെ ഒരു ആ കട്ടി വരും ഇതിൻ്റെ ഇനാമലിനെ. അപ്പോൾ ആ ഇനാമലും കൂടെ പോകണം. പക്ഷെ അത് കൈ കൊണ്ട് വലിച്ചിട്ടൊന്നും അത് വരുന്നില്ല. പിന്നെ ഒരു ചെറിയ നമ്മുടെ സിൽക്ക് റോപ്പ് പോലത്തെ ഒരു സാധനത്തിനകത്ത് ന്യൂസ് ഇട്ടിട്ട് അത് വീണ്ടും വായ്ക്കകത്തൂടെ അകത്ത് കയറ്റി ആ പൊട്ടിയ പല്ലിനെ ആ ന്യൂസ് ടൈറ്റ് ചെയ്ത് പതുക്കെ പുള്ളി ചെയ്ത് അതിങ്ങ് എടുക്കുകയായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിരുന്നു. അത് ചെയ്തതിന് ശേഷം അന്നത്തെ ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജോസഫ് IFS ആയിരുന്നു. അപ്പോൾ ആ ഡയറക്ടറിന് വളരെയധികം ഇമ്പ്രസീവായി. അതിനുശേഷം ആ ഹോൾ ടീമിന് അവാർഡൊക്കെ തരികയൊക്കെ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ജീവൻ കൈ പിടിച്ചുകൊണ്ടുള്ള ഒരു
കളിയായിരുന്നല്ലോ. അതെ അതെ, ഇത് നമ്മൾ വന്യജീവിയായിട്ടുള്ള എല്ലാ ഇൻട്രാക്ഷനും ജീവൻ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അത് ആ കാൽക്കുലേഷൻ എവിടെ തെറ്റുന്നോ അവിടെയാണ് നമുക്ക് അപകടങ്ങളുണ്ടാകുന്നത്. അപ്പം നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഈ ആനിമൽ ബിഹേവിയർ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. അതിനെ എത്തോളജി എന്ന് പറയും. സയൻസ് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ദിവസവും ഈ ആനിമൽസിനെ പോയി നോക്കുകയും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഇൻഡിവിജ്വലി ഓരോ ആനിമലിന് ഡിഫറെൻറ്റ് ബിഹേവിയർ ആയി. അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ചും ഈ ആനിമലിൻ്റെ ബിഹേവിയർ മാറും. ഇപ്പം നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരു കടുവ, നമുക്ക് വേണമെങ്കിൽ ഉമ്മ തരുന്ന ഒരു കടുവ, ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് പോയാൽ ഡിഫറെൻറ്റ് ബിഹേവിയർ ആയി. അതുപോലെ തന്നെ അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഫീമെയിൽ ടൈഗർ ഹീറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ബിഹേവിയർ ആയി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണം. വളരെ ഒരു കോമൺ സെൻസ് വേണം, സ്കിൽഡ് ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അപകടമില്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. എപ്പോഴും ഒരു വൈൽഡ് ആനിമൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര റിസ്ക് ഉള്ള ഒരു സംഭവം തന്നെയാണ്. സംഭവം നടക്കുന്നത് രാവിലെയാണോ രാത്രിയാണോ? അത് ശരിക്കും സംഭവം നടക്കുന്നത് ഒരു 4 മണി സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു 7:30 ആയപ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുട്ടാണ്, ആ കൂട്ടിനകത്ത് ഇരുട്ടാണ്, ലൈറ്റില്ല. അപ്പം മുകളിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ വരും. അത് മാത്രമല്ല, ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷൻ ഇങ്ങനെ കുറച്ചായിട്ട് ഇടും. എന്നിട്ട് ഇതിൻ്റെ ഈ വാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഡിൽ പോലെ ഇരിക്കും. ഈ പാഡിലിട്ട് ഇങ്ങനെ അടിച്ചടിച്ചിട്ടായിരിക്കും ഈ മോഷൻ തെറിപ്പിക്കുന്നത്. അപ്പം ശരിക്കും ഡോക്ടറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിൽ നിന്നുള്ള വെള്ളം വീഴുന്ന എല്ലാം ദേഹത്ത് തെറിക്കുന്നുണ്ട്. ഇവൻ്റെ ഈ മോഷൻ ഇട്ട് അടിക്കുന്ന എല്ലാം ദേഹത്തും പാൻറ്റിലും മുഖത്തും ഒക്കെ വരുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് ഏതാ ഡോക്ടർ ഏതാണെന്ന് തിരിച്ചറിയാം. സാർ, എന്തുമാത്രം ക്ഷമയും കഠിനാധ്വാനവും അതേപോലെ അറിവും സഹാനുഭൂതിയും വേണ്ട ഒരു പ്രവൃത്തിയാണ് സാറ് ചെയ്യുന്നതെന്ന് ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം സാറിൻ്റെ അടുത്ത് ബഹുമാനം തോന്നുന്നു. മാത്രമല്ല, ഈ ഒരു സേവനം നമ്മുടെ മിണ്ടാപ്രാണികൾക്ക് ചെയ്തു കൊടുക്കുന്നതന്നെ വളരെ ഒരു പുണ്യപ്രവൃത്തി തന്നെ.